പോകുമ്പോൾ അല്ലെങ്കിൽ മാർക്കറ്റിൽ പോകുമ്പോൾ പല തരത്തിലും പല സാഹചര്യത്തിലുമുള്ള ശുചിമുറികൾ കാണാറുണ്ട്. ചിലത് തിരക്കേറിയ മാർക്കറ്റിന്റെ ഒരു കോണിൽ അല്ലെങ്കിൽ റോഡിന്റെ ഒഴിഞ്ഞ കോണിൽ. ചില ശുചിമുറികൾ ഒട്ടും വൃത്തിയില്ലാത്തവയായിരിക്കും. ചിലത് സുരക്ഷിതത്വം നൽകുന്നവയായിരിക്കില്ല. ഇത്തരത്തിലുള്ള ശുചിമുറികൾ സ്ത്രീകൾക്കിടയിൽ ഉണ്ടാക്കുന്ന അരക്ഷിതബോധം ചെറുതല്ല. ഈ പ്രശ്നങ്ങൾക്കെല്ലാമുള്ള ഒറ്റമൂലി കണ്ടെത്തിയിരിക്കുകയാണ് രാജ്യതലസ്ഥാനത്തെ ദക്ഷിണ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ. പൊതു ശുചിമുറികൾ നിർമ്മിക്കുന്നതിന് പകരം ഹോട്ടലുകളിലെയും റെസ്റ്റോറന്റുകളിലെയും ശുചിമുറികൾ ഉപയോഗപ്പെടുത്തുകയാണ് ദക്ഷിണ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ. സ്ത്രീകൾക്കും കുട്ടികൾക്കും होटलों रेस्टोरेंटों शुचिमुरिകൾ सौजन्यമായി ഉപയോഗിക്കാം. जो विमेंस हैं या जो चिल्ड्रंस हैं वो मार्केट में जाते हैं तो यूरिनल काफ़ी जगह पे बने हुए थे जिसमें जेंट्स फैसिलिटीज़ तो थी बट लेडीज़ का और कहीं ना कहीं बच्चों की कमी थी. तो हमने रेस्टोरेंट से रिक्वेस्ट किया कि आप अपना फैसिलिटी हमें प्रोवाइड करिए और उन्होंने हमसे एग्री किया और हमने एक कंडीशन उनके ऊपर लगाई है कि आप इनको यूज़ करने देंगे विदाउट एनी फ़ी. तो सारे रेस्टोरेंट्स को जो हमारी महिला है या जो बच्चे हैं वो यूज़ कर सकते हैं. പൊതു ശുചിമുറികൾ സൃഷ്ടിക്കുന്ന ഭയം ഹോട്ടലുകളിലെ ശുചിമുറികൾക്കില്ല. ഇവ സുരക്ഷിതബോധം നൽകുന്നുവെന്ന് സ്ത്രീകൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. If they are coming from the late night from the office or if they need to use somewhere, they can easily use that. So it is difficult for them to stand somewhere outside and somehow they cannot use. And it is safety point of view also, like people are watching from here and there. So in that case also it is not safe to use that. വൃത്തിയായി പരിപാലിക്കുന്നതുകൊണ്ട് പൊതു ശുചിമുറികൾ ഉയർത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകില്ല. पब्लिक टॉयलेट में जाओ तो चले तो जाओ पर वहाँ पे जैसे साफ सफाई नहीं होती थी. इतने सारे लोग आएंगे तो नेचुरली वहाँ सफाई तो होगी नहीं और इन्फेक्शन फैलने का भी डर रहता था और लगता था कि जैसे सुरक्षा सी नहीं है. पर अब ये कि एमसीडी वालों ने हर रेस्टोरेंट में या होटल्स में इन्होंने अरेंज कर दिया कि बच्चों के लिए और महिलाओं के लिए एक टॉयलेट है जो फ्री कर दिया, फ्री सेवा कर दिया. तो इसकी वजह से कभी भी 2 किलोमीटर या 3 किलोमीटर के बाद भी हम आगे जाते हैं तो हमें एक रेस्टोरेंट दिखाई दे जाता है. സ്വന്തം നിയന്ത്രണത്തിലുള്ള ശുചിമുറികൾ പൊതു ആവശ്യത്തിന് വിട്ടു നൽകുന്നതിൽ ഹോട്ടലുകാർക്ക് ഒട്ടും വൈമുഖ്യമില്ല. ഞങ്ങൾക്ക് അവർ വന്നവർ ഞങ്ങൾ റെസ്റ്റോറൻറ്റ് കണ്ടിട്ട് അവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് അവർക്കും അതൊരു ഞങ്ങൾക്ക് അതിനൊരു ബെനിഫിറ്റ് അല്ലേ. ഔട്ട് സൈഡിൽ വന്നവർക്കും നല്ല ആൾക്കാർ വന്നവർ അവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ട് ഒന്ന് കഴിക്കാൻ അവർക്കും ഒരു ഇതുണ്ടാവും. പിന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഉണ്ടാകുന്ന അവർക്കൊരു ഇത്. പൊതു ശുചിമുറികൾ ഉയർത്തുന്ന സുരക്ഷിതത്വമില്ലായ്മ, ശുചിത്വമില്ലായ്മ എന്നിവയിൽ ദക്ഷിണ ഡൽഹി മുന്നോട്ട് വെച്ചിരിക്കുന്ന ബദൽ ഒരു മികച്ച മാതൃകയാണെന്നതിൽ സംശയമില്ല. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.